ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഇറാൻ ഒരു വമ്പൻ തിരിച്ചടിക്ക് ഒരുങ്ങുന്ന ഒരു യുദ്ധം തന്നെയാണ്. ഇസ്രായേലുമായി നേരിട്ടുള്ള യുദ്ധത്തിന് ഇറാൻ തയ്യാറെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പുതിയ വാർത്ത. റംദാനിലെ അവസാന വെള്ളിയാഴ്ചയായിരുന്നു ഇന്നലെ. അതിനുശേഷം ഒരു തിരിച്ചടി ഉണ്ടാകുന്ന സൂചന ഉണ്ടെങ്കിൽ ഏത് നിമിഷവും ആ തിരിച്ചടിക്ക് ഇറാൻ തയ്യാറെടുക്കുന്നു. അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നതായി അമേരിക്കയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാൻ പറയുന്നത് തങ്ങളുടെ സൈനിക മേധാവികളടക്കം 13 പേരെയാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയത്. ഇസ്രായേലും അമേരിക്കയും ഒക്കെ ചേർന്ന് തങ്ങളുടെ പല സൈനിക മേധാവികളെയും ഉന്നതരായ സയന്റിസ്റ്റുകളെ മറ്റും കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ തിരിച്ചടി തങ്ങൾ നൽകാൻ പോവുകയാണ്. ഏത് നിമിഷവും അത് സംഭവിക്കും. ഏതായാലും ഇസ്രായേൽ ഇപ്പോൾ തന്നെ അവരുടെ സൈന്യത്തിന് ജാഗ്രതാ നിർദ്ദേശം നൽകുക മാത്രമല്ല, സൈനികരുടെ അവധി റദ്ദാക്കുകയും ചെയ്തിരിക്കുന്നു. GPS സംവിധാനം ഉൾപ്പെടെ വിച്ഛേദിച്ചതായും ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അമേരിക്ക ഇതിൽ ഇടപെടരുതെന്ന് ഇറാൻ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതോടുകൂടി പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമാകുന്നു. ഒപ്പം തന്നെ ലോകം ഒരു കനത്ത ഭീതിയിലേക്ക് മാറുകയാണ്. കാരണം ഇതൊരു വലിയ യുദ്ധമായി തന്നെ മാറും. കാരണം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഒരു യുദ്ധം, അത് ഒരുപക്ഷെ ആ മേഖലയിൽ, പശ്ചിമേഷ്യയിലെ മേഖലകളിൽ മറ്റു രാജ്യങ്ങളിലും അത് ബാധിക്കും. ആ മറ്റു രാജ്യങ്ങളിലും ഇത് സഖ്യത്തിലേക്ക് നീങ്ങുകയോ അല്ലെങ്കിൽ സഖ്യപരമായ യുദ്ധത്തിലേക്ക് നീങ്ങുകയോ ഒക്കെ ചെയ്യാനുള്ള അനവധി സാധ്യതകൾ നിലനിൽക്കുന്നു. അതായത് ഇപ്പോൾ നിലവിൽ ഹമാസും ഇസ്രായേലും തമ്മിൽ നടക്കുന്ന ഒരു പോരാട്ടമുണ്ട്. അതിനിടയിലാണ് ഇറാന്റെ ഒരു യുദ്ധ നീക്കം നടക്കുന്നത് എന്നുള്ളതാണ് ഒരു വലിയ ഭീതിജനകമായ ഒരു അന്തരീക്ഷം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.